എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 8th ക്ലാസ്സിലെ NCERT ഹിന്ദി വസന്ത് എന്ന പുസ്തകത്തിലെ 6th ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ഭഗവാൻ കി ഢാക്കിയെ. ഇതൊരു കവിതയാണ്. ഇരിക്കുന്നത് രാംധാരി സിംഗ് ദിനകർ ആണ്. അപ്പോൾ ഭഗവാൻ കെ ഢാക്കിയെ എന്ന് വെച്ചാൽ എന്താണ്? ഢാക്കിയ എന്ന് വെച്ചാൽ ഢാക്കിയ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഭഗവാന്റെ പോസ്റ്റ്മാൻ എന്നാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്, കവി പറയുന്നത്. അപ്പോൾ പോസ്റ്റ്മാൻ എന്താ ചെയ്യുക? ഢാക്കിയ ക്യാ കർത്താ ഹെ അല്ലേ? പോസ്റ്റ്മാൻ നമുക്ക് മെസ്സേജ് കൊണ്ടുവരും. ഒരു മെസ്സഞ്ചറാണ് പോസ്റ്റ്മാൻ അല്ലേ? മെസ്സേജ് കൊണ്ടുവരും. അതുപോലെ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രകൃതിയിലും പല കാര്യങ്ങളും അതുപോലെ നടക്കുന്നുണ്ട്. പ്രകൃതിയെ പറ്റിയിട്ട് കവി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രകൃതിയിലെ മെയിനായിട്ട് പക്ഷിയും മേഘങ്ങളും നമുക്ക് സന്ദേശം കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അപ്പോൾ പോസ്റ്റ്മാൻ പോസ്റ്റ് കൊണ്ടുവരുന്ന പോലെ, സന്ദേശം കൊണ്ടുവരുന്ന പോലെ പക്ഷികളും മേഘങ്ങളും നമ്മൾക്ക് സന്ദേശങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഭഗവാൻ കെ ഢാക്കിയെ ഹെ, അതാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ പ്രകൃതിക്ക് യാതൊരു പക്ഷഭേദമില്ല. പ്രകൃതിക്കോ കോയി ഭേദ്ഭാവ് നഹി എന്നാണ് പറയുന്നത്. ഒരു പക്ഷഭേദമില്ല, എല്ലാവരുടെയും ഒരുപോലെയാണ് അല്ലേ? പിന്നെന്താണ്? ഭഗവാൻ ഏക് ഹി വിശ്വ ബനായ ഹെ. ഭഗവാൻ എന്താണ്? ഒരു ലോകമാണ് ഭഗവാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഭഗവാൻ അതിൽ എൻ്റെ നിൻ്റെ ഇതുവരെ അതുവരെ എൻ്റെ അങ്ങനെയൊന്നും ഭഗവാന് പക്ഷഭേദങ്ങളില്ല. പക്ഷെ അതൊക്കെ ആർക്കാണുള്ളത്? അതൊക്കെ മനുഷ്യർക്കാണുള്ളത് അല്ലേ? മനുഷ്യരാണ് വേറെ വേറെ കൺട്രികൾ, പിന്നെ അത് കഴിഞ്ഞ് സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, വീട്, ഇത്ര സ്ഥലം എൻ്റെ, അത് നിൻ്റെ, അങ്ങനെയൊക്കെ ഭഗവാൻ അങ്ങനെയില്ല. മനുഷ്യർക്കാണ് അങ്ങനെയൊക്കെ ഉള്ളത്. അതാ പറയുന്നത്. भगवान ने एक ही धरती बनाया है, एक ही विश्व बनाया है और धरती को लोगों ने अलग अलग देश में बांट दिया है. അപ്പം നോക്കാം നമുക്ക്. पक्षी और बादल ये भगवान के ढाकिए हैं जो एक महादेश से दूसरे महादेश को जाते हैं. हम तो समझ नहीं पाते हैं मगर उनकी लाई चिट्टियाँ पेड़ पौधे पानी और पहाड़ बांझते हैं. ഇതിൽ മീനിങ്സ് ലാസ്റ്റ് ലൈനിൽ ബാഞ്ചന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠന എന്നാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട് മീനിങ്. പറഞ്ഞാൽ നമ്മൾ വായിക്കുക, അത് മനസ്സിലാക്കുക എന്നാണ്. ബാക്കി എല്ലാത്തിൻ്റെയും മീനിങ്സ് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? പക്ഷി ഓർ ബാദൽ, പക്ഷിയും മേഘങ്ങളും. ഭഗവാൻ കെ ഢാക്കിയെ ഹെ, ഭഗവാന്റെ പോസ്റ്റ്മാനാണത്. ഭഗവാന്റെ പോസ്റ്റ്മാനാണ്. കാരണം എന്താണ്? പ്രകൃതിയെ പറ്റിയിട്ടുള്ള, പ്രകൃതിയുടെ സന്ദേശം കൊണ്ടുവരുന്നത് പക്ഷിയും മേഘങ്ങളും ആണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ ഢാക്കിയ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഭഗവാന്റെ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ജോ എക് മഹാദേശ് സെ ദൂസരെ മഹാദേശ് കോ ജാത്തെ ഹെ. അവരെങ്ങനെയാണ്? ഒരു വലിയ ദേശത്തു നിന്ന് ഇനി ഒരു വലിയ ദേശത്തിലേക്ക് പോകുന്നു അവർ. കാരണം സന്ദേശങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തു നിന്നും മറ്റേ സ്ഥലത്തേക്ക് പോയല്ലേ പറ്റുള്ളൂ. അങ്ങനെ हम तो समझ नहीं पाते हैं मगर उनकी लाई चिट्टियाँ पेड़ पौधे पानी और पहाड़ बांझते हैं. हम तो समझ नहीं पाते, ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ഭഗവാന്റെ പോസ്റ്റ്മാൻ, ഭഗവാന്റെ ഢാക്കിയ വന്നിട്ട് എന്താ ചെയ്യുന്നത്, അവരെന്താ സന്ദേശം കൊണ്ടുവരുന്നത് നമുക്ക് മനുഷ്യർക്ക് മനസ്സിലാവില്ല. അത് കാരണം നമ്മൾ ഒരുപാട് പക്ഷഭേദങ്ങൾ, ഭേദഭാവം എല്ലാം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്കതൊന്നും മനസ്സിലാവില്ല. പക്ഷെ ആർക്കത് മനസ്സിലാവുന്നത്? ഉൻകി ലായി ചിട്ടിയ പേട് പൗധെ പാനി ഓർ പഹാഡ്. മരങ്ങളും ചെടികളും വെള്ളത്തിനും പറയാം, അത് നന്നായി വായിച്ച് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. പേട് പൗധെ പർവ്വത് ആദി ഭഗവാൻ കെ സന്ദേശ് പഠ് പാത്തെ ഹെ, സമജ് പാത്തെ ഹെ. അത് മനസ്സിലാക്കാനും വായിക്കാനും പറ്റും. ലേക്കിൻ ഹം ഇൻസാൻ ഹം നെഹി സമജ് പാത്തെ, അതാ പറയുന്നത്. ഇനി ഇതിൻ്റെ ഭാവാർത്ഥം നോക്കാം. ഭഗവാൻ കി ഢാക്കിയെ കവിത കി ഇൻ പങ്ക്തിയോ മേ കവി കഹത്തെ ഹെ കി. ഈ ലൈനിൽ, ഈ ഫസ്റ്റ് സ്റ്റാൻസയിൽ കവി പറയുന്നത് എന്താ വെച്ചാൽ, ആസ്മാൻ മേ തൈർത്തെ ബാദൽ ഓർ പക്ഷി ഭഗവാൻ കി ഢാക്കിയെ ഹെ. ആകാശത്തിൽ തേർന്ന പറഞ്ഞാൽ സ്വിമ്മിങ്, നീന്തുന്ന മേഘങ്ങളും പക്ഷികളും ഭഗവാന്റെ ഢാക്കിയ ആണ്, പോസ്റ്റ്മാൻ ആണ്, സന്ദേശവാഹകരാണ്. യേ എക് ദേശ് സെ ഉഡ്കർ ദൂസരെ ദേശ് ജാത്തെ ഹെ. അപ്പം ഇവരെന്താ ചെയ്യണത്? പറന്ന് ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തിലേക്ക് പോകുന്നു. ഓർ ഖാസ് സന്ദേശവും കാ ആദാൻ പ്രദാൻ കർത്തെ ഹെ. പോകുന്നതോടൊപ്പം എന്താ ചെയ്യുന്നത്? അവർ കാര്യമായിട്ടുള്ള സന്ദേശങ്ങൾ ആദാൻ പ്രദാൻ കർത്തെ ഹെ, അവിടെ നിന്ന് ഇവിടേക്കും ഇവിടുന്ന് അവിടേക്കും എത്തിക്കുന്നു എന്നാണ് പറയുന്നത്.
ये संदेश हम समझ नहीं पाते. ഈ സന്ദേശങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. लेकिन എന്നാൽ भगवान के संदेश को पर्वत जल पेड़ पौधे आदि बखूबी समझ लेते हैं. ഈ ഭഗവാന്റെ സന്ദേശങ്ങൾ പർവ്വതം, ജലം, മരങ്ങൾ, ചെടികൾ എല്ലാം തുടങ്ങിയവ ബഖൂബി നല്ലവണ്ണം സമജ് ലേത്തെ ഹെ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്ത സ്റ്റാൻസ് നോക്കാം. हम यह आखते हैं कि एक देश की धरती दूसरे देश को सुगंध भेजती है और वह सौरभ हवा में तैरते हुए पक्षियों की पंखों पर तिरता है और एक देश का भाप दूसरे देश में पानी बनकर गिरता है. ഇനി കേവൽ യഹ ആക്തെ ഹെ. ആക്കന എന്ന് പറഞ്ഞാൽ അനുമാൻ ലഗാന. ബാക്ക് എഴുതിയിട്ടുണ്ട് മീനിങ്. പറഞ്ഞാൽ ടു ഗസ്, നമ്മൾ ഗസ് ചെയ്യുക, ഊഹിച്ചെടുക്കുക. അന്താജ ലഗാന എന്നും പറയാം ഹിന്ദിയിൽ. ഇനിയൊരു മീനിങ്. അപ്പോൾ ഹം തോ കേവൽ യഹ ആക്തെ ഹെ, നമ്മൾ ഇതാണ് അനുമാനിക്കുക. നമ്മളൊരു ഗസ് എടുക്കുക. നമ്മളെന്താ അനുമാനിക്കുക? कि एक देश की धरती, ദേശത്തിലെ ഭൂമി ദൂസരെ ദേശ് കോ സുഗന്ധ് भेजती है, വേറൊരു ദേശത്തിലേക്ക് സുഗന്ധം തന്നെയാണ്, സുഗന്ധം അയക്കുന്നു. പിന്നെ ഓർ വഹ് സൗരഭ് ഹവാമേ തേർത്തെ ഹുയെ. സൗരഭ് എന്ന് പറഞ്ഞാലും സുഗന്ധം തന്നെയാണ് അർത്ഥം. അപ്പോൾ നല്ല സുഗന്ധമായിട്ടുള്ള കാറ്റിൽ നീന്തിക്കൊണ്ട്, തേർത്തെ ഹുയെ നീന്തിക്കൊണ്ട് സുഗന്ധം അയക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? നല്ല സുഗന്ധത്തിലായ കാറ്റിലൂടെ നീന്തിക്കൊണ്ട് പക്ഷിയും തീർത്താഹേ, പക്ഷികളുടെ ചിറകിൽ വന്നെത്തുന്നു എന്നാ പറയണത്. ഏക് ദേശ് കി സുഗന്ധ് ദൂസരെ ദേശ് മേ പहुंच जाता है. അത് എങ്ങനെയാത്തുന്നത്? कैसे पहुंचता है? वो सुगंध पक्षियों के पंख में आके पहुंच जाता है. पहुंचकर वो वहाँ पर फैल जाता है, അവിടെ സ്പ്രെഡ് ആവുന്നു. അതാ പറയുന്നത്. പക്ഷിयों की पंखों पर तिरता है और एक देश का भाप दूसरे देश में पानी बनकर गिरता है. പിന്നെന്താണ്? ഒരു ദേശത്തിലെ ഭാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ. ഒരു ദേശത്തിലെ ടെമ്പറേച്ചർ പറഞ്ഞാൽ നമ്മൾക്ക് ചൂട് കൂടുന്ന സമയത്തല്ലേ മഴ പെയ്യുക. ചൂട് കൂടി അത് ഇവോപ്പറേറ്റായി മേലെ പോയി മേഘങ്ങളിൽ പോയി എത്തി, എന്നിട്ടല്ലേ അത് മഴയായിട്ട് പെയ്യുക. വാട്ടർ സൈക്കിൾ ആണ് പറയണത്. അപ്പോൾ അങ്ങനെ ഒരവിടെ ചൂട് കൂടുന്ന സമയത്ത് എന്താണ്, അത് പിന്നെ വേറൊരു ദേശത്തിൽ മഴയായിട്ട് അവിടെ പെയ്തു തുടങ്ങുന്നു. പാനി ബൻകർ ഗിർത്താ ഹെ, വെള്ളമായി അവിടെ വീഴുന്നു, മഴയായി അവിടെ വീഴുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇനി ഭാവാർത്ഥം എന്താണെന്ന് നോക്കാം. रामधारी सिंह दिनकर जी ने यहाँ हमें प्रकृति की महानता के बारे में बताया है. കവി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രകൃതിയുടെ മഹാനത, പ്രകൃതിയുടെ മഹത്തരങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹം തോ ധർത്തി കോ സീമാവോമേ ബാണ്ട് ലേത്തെ ഹെ. അതാ പറയുന്നത്. നമ്മൾ ഭൂമിയെ എന്താണ്, നമ്മളതിനെ സീമാവും പറഞ്ഞാൽ ബോർഡർ, നമ്മളതിനെ തിരിച്ചിട്ടുണ്ട്. നമ്മൾ ബാണ്ട് ലേന പറഞ്ഞാൽ തരംതിരിക്കുക ചെയ്തിട്ടുണ്ട്, പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ലേക്കിൻ പക്ഷേ പ്രകൃതി കേലിയെ സബ് ഏക് സമാനെ. പ്രകൃതിക്ക് എന്താണ്? പ്രകൃതിക്കെല്ലാം ഒരേപോലെയാണ് അല്ലേ? ഇവിടെ മഴ പെയ്യണം അല്ലെങ്കിൽ ഇവിടെ പെയ്യണ്ട അങ്ങനെയൊന്നും പ്രകൃതിക്കില്ല. എല്ലാം ഒരേപോലെയാണ് പ്രകൃതിക്ക്. ഭഗവാനെ പോലെ തന്നെയാണ് പ്രകൃതിയും ചിന്തിക്കുന്നത്. इसलिए एक देश की धरती अपनी सुगंध दूसरे देश को भेजती है. അതുകൊണ്ട് എന്താണ്? ഒരു ദേശത്തിലെ ഭൂമി അപ്ന സുഗന്ധ, ആ സുഗന്ധം മറ്റൊരു ദേശത്തിലേക്ക് അയക്കുന്നു. ഈ സുഗന്ധ അതെങ്ങനെയാണ് എത്തിപ്പെടുന്നത്? പക്ഷിയോക്ക് പങ്ക് പർ ബൈഠ്കർ യഹാ വഹാ ഫൈൽത്തി ഹെ. പക്ഷികളുടെ ചിറകിൽ തട്ടിയിട്ട് അത് മറ്റേ ദേശത്തിലേക്ക് എത്തി അവിടെ എല്ലാവിടെയും ഫൈൽന പറഞ്ഞാൽ സ്പ്രെഡ് ആവുക, അവിടെ എല്ലാവിടെയും പരക്കുന്നു. അതാ പറയുന്നത്. और एक देश की भाप, ഒരു ദേശത്തിലെ ടെമ്പറേച്ചർ, ഭാപ്പ് ചൂട്, ടെമ്പറേച്ചർ ദൂസരെ ദേശ് മേ പാനി ബൻകർ ബരസ് ജാത്തി ഹെ, വേറൊരു ദേശത്തിൽ മഴയായി പെയ്യുന്നു എന്നാ പറയുന്നത്. പിന്നെ ഇതിൽ ഈ രണ്ടാമത്തെ ലൈൻ, ഈ 2-3 ലൈനിലൊക്കെ കവി ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രകൃതി കിസി സീമാമേ ബന്ധി നഹി ഹെ. അതിൻ്റെ അർത്ഥം പ്രകൃതി ഒരിക്കൽ ബന്ധനങ്ങളൊന്നുമില്ല അല്ലേ. बिना किसी भेदभाव के एक देश की हवा दूसरे देश को भेज देते हैं. एक देश की हवा അല്ലെങ്കിൽ और खुशबू भेजती है. ഇതൊക്കെയാണ് ഈ സെക്കൻഡ് തേർഡ് ലൈനിൻ്റെയൊക്കെ മീനിങ്സ് കാര്യമായിട്ട് പറയുന്നത് കേട്ടോ. പിന്നെ ഈ മൈഗ്രൻസ് ഉണ്ടാവില്ലേ, പക്ഷെ അതിനെയൊക്കെയാണ് പറയണത്. അത് ഒരു ദേശത്തു നിന്നും മറ്റൊരു ദേശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കില്ലേ. അപ്പോൾ അതിനെയാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ ഈ സീസൺ കഴിഞ്ഞു, ഇനി ഈ സീസണാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ അവിടെ ഈ സീസണാണ്, അതുകൊണ്ടാണ് എക്സ്ട്രീം ക്ലൈമറ്റിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാറില്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയാണെന്ന്. അതാണ് ഇവരെല്ലാം ഭഗവാൻ പോസ്റ്റ്മാൻ ആയിട്ട്, സന്ദേശവാഹകരായിട്ട് ഇവരെല്ലാം പറയാൻ അതാണ് കാരണം കേട്ടോ.
അപ്പോൾ ഇനി ഇതിന് നമ്മൾ ഒരു ബ്രീഫായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഭഗവാനെ ഏക് ഹി വിശ്വ ബനായ ഹൈ, ഭഗവാൻ ഒരേ ഒരു ലോകമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ പ്രകൃതി को कोई भेदभाव नहीं है, प्रकृति जो संदेश लाता है वो हम नहीं समझते लेकिन पेड़ पौधे जल सब समझते हैं. പിന്നെന്താണ്, पेड़ पौधे सबको एक समान फल फूल देते हैं, बादल सब जगह एक जैसे बरसते हैं, हम जैसे हमें भेदभाव है वैसा प्रकृति को नहीं है. പിന്നെ എന്താ അതിൽ കൂടി എഴുതി തരുന്നത്, जैसे पक्षी और बादल मिलजुल कर रहते हैं वो वैसा हमें भी रहना चाहिए, हमें वो सीख उनसे लेना चाहिए. അതാണ് പറയുന്നത്, നമ്മൾ അവരിൽ അത് പഠിക്കണം, ആ മെസ്സേജ് നമ്മൾ എടുക്കണം എന്നാണ് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്.